ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖവും സമാധാനവും ജീവിതം ഉണ്ടാകട്ടെ. ലോകം മുഴുവനും സമാധാനം പുലരട്ടെ. ഞാനിന്ന് നിങ്ങളുമായിട്ട് പറയാൻ പോകുന്ന വിഷയം ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അശാന്തിയിൽ നിന്ന് സമാധാനത്തിലേക്കും ചൈതന്യത്തിലേക്കുമുള്ള ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു ക്ഷേത്രം എടുത്ത് പരിശോധിച്ചാലും അവിടെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുക. എത്ര തിരക്കുള്ള അമ്പലം എടുത്ത് പരിശോധിച്ചാലും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, എത്ര തിരക്കുണ്ടെങ്കിലും ക്ഷേത്ര ദർശനത്തിനായിട്ട് വരിയിൽ നിൽക്കുന്ന ആളുകൾ ശാന്തമായിരുന്ന് ഒരു തിക്കും തിരക്കും ബഹളവും ഇല്ലാതെ ദർശനത്തിനായിട്ട് കാത്തു നോക്കുന്നു. ഏതൊരു ക്ഷേത്രമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. അതായത് ചൈതന്യത്തിൻ്റെ കേന്ദ്രം. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും കുടുംബത്തിൻ്റെ ഭാവിയും മറ്റും എല്ലാം മനസ്സ് തുറക്കാനുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ക്ഷേത്രദർശനത്തിനായിട്ട് പോകുന്ന ജനങ്ങൾ ആദ്യം കാണുന്നത് ഒരു കുളമാണ്. കുളത്തിലിറങ്ങി കൈ കാല് മുഖമെല്ലാം കഴുകി അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. എന്താണ് കുളത്തിൻ്റെ പ്രത്യേകത? കുളമെന്ന് പറയുന്നത് ഭൂമിയുടെ ജലസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയിൽ ജലസമ്പത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് ഈ കുളങ്ങൾ വളരെ അധികം സഹായിക്കും. ഭൂമിയിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടി ആണ് കുളം. അതുപോലെ തന്നെ തുടർച്ചയായി പെയ്യുന്ന മഴവെള്ളം ആ കുളത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വെള്ളപ്പൊക്കങ്ങളും വെള്ളക്കെട്ടുകളൊക്കെ ഒരു കുളമുണ്ടെങ്കിൽ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കുളങ്ങളും തോടുകളും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം മഴ പെയ്താൽ പോലും അവിടെ വെള്ളപ്പൊക്കമായി വെള്ളക്കെട്ടായി. അതുകൊണ്ട് ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ കൂടിയുള്ളതാണ്. അതുകൊണ്ട് കുളങ്ങൾ ഏതു കാലത്തും മനുഷ്യനെ അത്യാവശ്യമായ ഒരു കാര്യങ്ങളിലൊന്നാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പടർന്ന് പന്തലിച്ച് തണലേകി നിൽക്കുന്ന അനേക മരങ്ങൾ, ആൽമരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് മരങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് കാണാം. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് ഈ മരങ്ങൾ, മനുഷ്യന്റെ ഒരു പ്രയോജനമില്ലല്ലോ എന്ന് തോന്നാം. കാരണം അതിൽ നിന്ന് ഒരു കായ്കനികളോ ഫലങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ തടി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. പിന്നെ എന്തിനാണ് ഈ വൃക്ഷങ്ങൾ നട്ടുപിടിച്ചിരിക്കുന്നത്, നട്ടു വളർത്തുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ പ്രദേശത്താകെ തണൽ വിരിച്ചുകൊണ്ട് മനുഷ്യനെ കുളിർമയേകുകയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജന്റെ അളവ് പ്രവഹിക്കാൻ ഈ മരങ്ങൾക്ക് കഴിയും. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന മരങ്ങളാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റും കാണുന്ന ആലും അതിൻ്റെ
അനുവദിച്ചുള്ള മരങ്ങളും. അങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ മരങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും വളർത്തുന്നത്. അതുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് കൂടിയാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഏത് ക്ഷേത്രത്തിലെ ദേവീ ദേവന്മാരെടുത്ത് പരിശോധിച്ചാലും കാണുന്നത് ഓരോ ദേവീ ദേവന്മാരൊത്ത് കാണുന്ന വന്യമൃഗങ്ങൾ അവരുടെ കൂടെ എപ്പോഴും കാണാം. വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കാടിൻ്റെ സംരക്ഷകരാണ്. നമ്മള് ഒരു കാട്ടിൽ പോയി പെട്ടെന്നൊന്നും ഒരു വൃക്ഷം വെട്ടി കൊണ്ടുവരാനോ കഴിയില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ നമ്മുടെ ഭീഷണിയായിട്ടുള്ള വന്യമൃഗങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കാർക്കും അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അതെന്തിനാണ്? ആ കാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. അപ്പോ ഈ ദൈവങ്ങളെ കൂടി ദേവീ ദേവന്മാരെ കൂടി ഉള്ള ഈ മൃഗങ്ങൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഈ ക്ഷേത്രങ്ങളും ദേവീ ദേവന്മാരും നിലകൊള്ളുന്നു എന്ന് നമുക്ക് പറയാം. ഇന്ന് പണ്ട് കാലങ്ങളിൽ ഓരോ ഭാഗങ്ങളിലുണ്ടായ സർപ്പക്കാവുകൾ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വെട്ടിവെളിപ്പിച്ചതിൻ്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് കൂടി, കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും അശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തെ ചൈതന്യത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് കഴിയും. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ഒരു പ്രകൃതി സംരക്ഷകരാണ് എന്ന് വേണമെങ്കിൽ പറയാം.